ഹായ് മക്കളെ, അമീൻ സാറാണ്. ഫൈസൽ സാറാണ്. തീർച്ചയായിട്ടും 9ാം ക്ലാസ് കഴിഞ്ഞ ചുണക്കുട്ടികളാണ് ഈ വീഡിയോ കാണുന്നത്. ഇനി 10ാം ക്ലാസ്സിലേക്ക് എത്താൻ വേണ്ടി പോവാണ്. ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, എന്തോ വലിയൊരു ബാലികേറ മലയാണ് നിങ്ങൾ ഈ 10ാം ക്ലാസ്, ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും. ഫൈസൽ സാറെ, അത്രക്ക് ബുദ്ധിമുട്ടുണ്ടോ? നമ്മളെ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ പഠിക്കാൻ തയ്യാറാണ് എങ്കിൽ, ഇപ്പൊ സ്റ്റാർട്ടിങ് മുതലേ നമ്മൾ പഠിക്കാൻ തയ്യാറാണ് എങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ വിഷയമായിട്ടാ സോഷ്യൽ സയൻസിന്റെ കാര്യത്തിൽ. നമ്മൾ അത് ആലോചിച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ 2 സബ്ജക്റ്റുകളായിട്ട് ഹിസ്റ്ററി, ജിയോഗ്രഫി എന്ന് പറഞ്ഞിട്ട് 4 ടെക്സ്റ്റ് ബുക്കുകൾ, ഏകദേശം 21 ചാപ്റ്ററോളം 408 പേജോളം പഠിക്കാനുള്ള ഒരു വിഷയമാണ്. എന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിലെ ഏറ്റവും വലിയ സബ്ജക്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ല, നമുക്ക് ഒരുമിച്ച് പറയാം, സോഷ്യൽ സയൻസ് ആണ്. മക്കളെ, അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം കൃത്യമായിട്ട് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും നല്ല രീതിയിൽ ഇതിലെല്ലാ കാര്യങ്ങളും പഠിച്ചു തീർക്കാൻ കഴിയുന്നതാണ്. ഒരുപാട് ആൾക്കാർ പറഞ്ഞ കാര്യമുണ്ട്, അവസാനം നോക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഫുൾ A+ കിട്ടും അല്ലെങ്കിൽ A+ കിട്ടും. അതിനൊരു പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ ഇവരുടെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ 9th വരെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും അവസാനത്തെ ചാപ്റ്റേഴ്സുകൾ മാത്രം പഠിച്ചാൽ തന്നെ നമുക്ക് വലിയൊരു പെർസെന്റേജ് ഓഫ് മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ 10th അതല്ല. തീർച്ചയായിട്ടും 10th ഓരോ ചാപ്റ്റേഴ്സിനും ഫസ്റ്റ് ചാപ്റ്റർ ഓൺവേർഡ്സ് അത് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം ഏതാണ്? നമ്മളെ SLCയിൽ എസ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് 1ാമത്തെയും 2ാമത്തെയും ചാപ്റ്റേഴ്സ് നിന്നാണ്, ഹിസ്റ്ററിയിൽ നിന്നും ജിയോഗ്രഫിയിൽ നിന്നും. അപ്പൊ ഇമ്പോർട്ടന്റ് ആണോ എന്ന് ആലോചിച്ച് നോക്കടാ. നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കാരണം ക്വസ്റ്റ്യന് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് ക്വസ്റ്റ്യൻ 6 മാർക്കാണ്. അത് നിങ്ങൾക്ക് വരെ 1ാമത്തെയും 2ാമത്തെയും ചാപ്റ്റർ ആണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഫസ്റ്റ് ടേം നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാർക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പൊ ഈ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് വരെ, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും? തീർച്ചയായിട്ടും 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. 4ാമത്തെ ചാപ്റ്ററിന് ഫസ്റ്റ് പാർട്ട് അതിന്റെ ഒരു പകുതി ഭാഗത്തോളം നമ്മുടെ ബ്രിട്ടീഷ് എക്സ്പ്ലോറേഷൻ പകുതി ഭാഗത്തോളം ഹിസ്റ്ററിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ, ഹിസ്റ്ററിയിലാണ്. ജിയോഗ്രഫിയുടെ കാര്യത്തിലാണെങ്കിൽ 3 ചാപ്റ്റേഴ്സേ വരുന്നുള്ളൂ. എന്താ വെച്ചാൽ ഒരു 6.5 ചാപ്റ്റർ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു 6.5 6.5 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ടോട്ടൽ ജിയോഗ്രഫി വരുന്നത് 10 ചാപ്റ്റേഴ്സും ഹിസ്റ്ററി വരുന്നതാണെങ്കിൽ ഹിസ്റ്ററി വരുന്ന ചാപ്റ്റേഴ്സ് 11 ചാപ്റ്റേഴ്സും. അങ്ങനെ ടോട്ടൽ 21 ചാപ്റ്റേഴ്സ് ആണ്. അതിൽ 6.5 ചാപ്റ്റർ നമ്മൾ ഫസ്റ്റ് ടേമിനുള്ളതാണ്. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇപ്പൊ ഫിസിക്സ് ആവട്ടെ, ബയോളജി ആവട്ടെ, ബാക്കിയുള്ളതൊക്കെ ആണെങ്കിൽ 3 ചാപ്റ്ററിനൊക്കെ നമ്മൾ ഫസ്റ്റ് ടേമിൽ വരുള്ളൂ. ടോട്ടൽ 7 ചാപ്റ്റേഴ്സ് ആണ് അവിടെ വരുന്നത്. തീർച്ചയായിട്ടും. ബട്ട് നമുക്ക് വരുന്ന ചാപ്റ്റർ എത്രയാണ്? 6 ചാപ്റ്റർ ഫസ്റ്റ് ടേമിൽ തന്നെ എന്ത് ചെയ്യേണ്ട പഠിക്കാനുണ്ട്. ഫസ്റ്റ് മുതലേ പഠിച്ചു വന്നിട്ടില്ലെങ്കിൽ മക്കളെ അവസാനമാകുമ്പോൾ നിങ്ങൾ തന്നെ എന്ത് ചെയ്യും, ബുദ്ധിമുട്ടും. പക്ഷെ അപ്പൊ നിങ്ങൾ ആലോചിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും, ഞങ്ങളിത് എന്ത് ചെയ്യും, 6.5 ചാപ്റ്ററൊക്കെ ഫസ്റ്റ് ടേമിലേക്ക് അത് ഞങ്ങൾ ഇങ്ങോട്ട് കയറി വരുന്ന സമയത്ത് ഇതെല്ലാം കൂടെ പഠിച്ചിട്ട് വേണോ ഞങ്ങൾ പരീക്ഷയ്ക്ക് പോകാൻ? ഇത് നിങ്ങൾക്കൊരു ഭാഗ്യമാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം 6.5 ചാപ്റ്റർ, ഏകദേശം 7 ചാപ്റ്റർ നമ്മൾ ഫസ്റ്റ് ടൈമിൽ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതോട് കൂടെ നമുക്ക് പിന്നെ ക്രിസ്മസ് എക്സാം ഒന്നും കൂടെ ഈസി ആയിരിക്കും. ഐ മീൻ ഓണപരീക്ഷ കഴിഞ്ഞതിന് ശേഷം ക്രിസ്മസ് എക്സാമിനേഷൻ, അത് കഴിഞ്ഞിട്ട് അതിന് ശേഷമുള്ള ഭാഗം നമ്മൾ എവിടെ പഠിച്ചാൽ മതി? മെയിൻ എക്സാമിലേക്ക് പഠിച്ചാൽ മതി. എന്ന് വെച്ചാൽ നമുക്കൊരു ട്രാക്ക് ചെയ്തുകൊണ്ട്, ഒരു ഓർഡർ ചെയ്തുകൊണ്ട് പഠിക്കാനുള്ള പെർഫെക്റ്റ് പ്ലാനാണ് ആക്ച്വലി സോഷ്യൽ സയൻസിന്റെ കാര്യത്തിൽ നമ്മൾ നിങ്ങളുടെ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഫസ്റ്റ് ഓൺവേർഡ്സ് 1ാമത്തെ ചാപ്റ്റർ. പക്ഷേ വേറൊരു കാര്യം എന്താ പറയുക, 10ാം ക്ലാസ്സിലേക്ക് കയറുന്ന സമയത്ത് നമ്മളെല്ലാ മക്കളിലും കാണുന്ന ഒരു കാര്യമാണ്, ഫസ്റ്റ് ചാപ്റ്റർ അടിപൊളിയായിരിക്കും. കാരണം എന്താ, ആ സമയത്ത് SLC എന്നൊരു ബോധം ഉണ്ടാവും. അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ മറന്നു പോകാറുണ്ട്. കാരണം ഫസ്റ്റ് ചാപ്റ്റർ ഇങ്ങനെ കയറുന്ന സമയത്ത് ഇങ്ങനെയാണ് നമുക്ക് തോന്നാം, ഞാൻ SLC ആണ്, എൻ്റെ വീട്ടുകാർ SLC എന്ന് പറഞ്ഞാണ്, ടീച്ചേഴ്സ് SLC എന്ന് പറഞ്ഞാണ്, ഞാൻ എന്തായാലും A+ ആണ്. അങ്ങനെ നമ്മൾ ഭയങ്കര ആവേശത്തോടു കൂടി നമ്മൾ പഠിക്കും. സെക്കൻഡ് ചാപ്റ്റർ എത്തും, ആവശ്യം കുറച്ചൊന്ന് കൊതുകും. തേർഡ് ചാപ്റ്റർ എത്തും, ഒന്നും കൂടെ താഴോട്ട് പോകും. പിന്നെ നമ്മള് ബോധം വരാറുള്ളത് മോഡൽ എക്സാമിനേഷനിലാണ്. ആ എക്സാമിനേഷന് ബോധം വരുമ്പോഴേക്ക് നമ്മുടെ പ്രശ്നം എന്ത് ചെയ്തിട്ടുണ്ടാവും, കയ്യിൽ ആകെ പോയിട്ടുണ്ടാവും. ആ ഒരു സിറ്റുവേഷൻ. എന്നിട്ട് ലാസ്റ്റ് മക്കളുടെ ഒരു മെസ്സേജ് ഉണ്ട്, അല്ലെങ്കിൽ മെസ്സേജ് അതുപോലെ നമ്മൾ നേരിട്ട് കണ്ടിട്ട് ഒരുപാട് മക്കൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു വാക്കാണ്, സാർ എനിക്ക് A+ വാങ്ങണം, സാർ എന്താ ചെയ്തു തരാം. എന്താ ചെയ്യാം? ആ സമയത്താണ് പിന്നീട് ആ ഫസ്റ്റ് ടേമിൽ നിങ്ങൾക്ക് ഉണ്ടായ അതേ ഒരു ഉന്മേഷം വരാറുള്ളത്. മക്കളെ, ഞങ്ങൾക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, ഞങ്ങൾ പറഞ്ഞ കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ട്. സോഷ്യൽ സയൻസ് എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് A+ വാങ്ങാൻ കഴിയും, ആ കൃത്യമായിട്ടുള്ള കാര്യം ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യേണ്ടേ ഉള്ളൂ, നമ്മൾ എന്താണ് ക്ലാസ് തുടങ്ങുന്നത് ആ സമയം മുതൽ ഞങ്ങളെ കൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുക. നമ്മുടെ ബേസിക്സ് സെഷൻസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ അസ്ട്രയുടെ ബാച്ചസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്ത മക്കൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉടനടി തന്നെ ജോയിൻ ചെയ്യാം. ഇവിടെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ടാവും, ആ നമ്പറിൽ നിങ്ങൾ വിളിച്ച് പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കാരണം അതിൽ നമ്മൾ ബെസ്റ്റ് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽസ്, അതേപോലെ തന്നെ ബെസ്റ്റ് പ്ലാനുകൾ എല്ലാം തന്നെ. നമ്മുടെ ബേസിക്സ് എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, മാത്സിനാണ് ബേസിക്സ് ഉണ്ട്, നമ്മുടെ ഹിന്ദിക്കാണ് ബേസിക്സ് ഉണ്ട്, ഇംഗ്ലീഷിനാണ്, നമ്മുടെ ലാംഗ്വേജിനൊക്കെ ബേസിക്സ് ഉണ്ട്.
സോഷ്യൽ എന്താ ബേസിക് കൊടുക്കാൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. പറയണ്ട, പറയുന്നില്ല, ജോയിൻ ബാച്ച് ജോയിൻ ചെയ്താൽ മാത്രം മതി. പിന്നെ കൂടാതെ തന്നെ നിങ്ങൾക്ക് പിന്നെയുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ സോഷ്യൽ സയൻസിന്റെ കാര്യത്തിൽ എസ് 6 മാർക്കിന്റെ എസ് ഉണ്ട്, 5 മാർക്കിന്റെ എസ് ഉണ്ട്. അതിന് എത്ര എഴുതണം? 4 മാർക്കിനാണെങ്കിൽ അത് എത്ര എഴുതണം? 3 മാർക്കിനാണെങ്കിൽ എത്ര എഴുതണം? പോയിന്റ് ആക്കി എഴുതിയ മാർക്ക് 9ാം ക്ലാസ്സിൽ എഴുതിയ പോലെ എഴുതിയാൽ മതിയോ സാറേ? ഇല്ല, ഒരിക്കലുമല്ല. അതിനെല്ലാം കൃത്യമായ പ്ലാൻ ഉണ്ട്. തീർച്ചയായും. ഒരേ ചോദ്യം തന്നെ നമ്മൾ ചില സമയത്ത് എന്ത് ചെയ്യണം, 6 മാർക്കിനാവുന്ന സമയത്ത് കുറച്ച് കൂട്ടിയിട്ട് എഴുതാനുണ്ട്. അത് ഏതൊക്കെ പോയിന്റ് എന്ന് പഠിക്കണ്ടേ. അതേസമയം തന്നെ ചിലത് എന്ത് ചെയ്യണം, നമ്മൾ 3 മാർക്കിലേക്ക് എത്തുമ്പോൾ അതിന് കുറച്ച് പോയിന്റ് ആയിട്ട് കുറയ്ക്കണം. പക്ഷേ ഇമ്പോർട്ടന്റ് പോയിന്റ് ഒഴിവാക്കാൻ പാടില്ല. നമ്മുടെ സമയത്തെ നമ്മൾ പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൃത്യമായി അറേഞ്ച് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് ഈസി ആയിരിക്കും. പിന്നെ കൂടാതെ തന്നെ ഇത്രയും വലിയൊരു സബ്ജക്റ്റിനെ പഠിപ്പിക്കാൻ ഞങ്ങൾ രണ്ടുപേരും കണ്ടെത്തിയ ഏറ്റവും നല്ലൊരു ഐഡിയ ആണ് ഷോർട്ട് നോട്ട് എഴുതുക എന്ന് പറയുന്നത്. സോ SS സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഈ 21 ചാപ്റ്ററോളം തലേന്ന് നിങ്ങൾക്ക് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ആ സമയത്ത് നിങ്ങൾ ഇപ്പൊ തന്നെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് നോക്കേണ്ടി വരിക വെറും 21 പേജുകളായിരിക്കും, അതല്ലെങ്കിൽ 16 പേജുകളായിരിക്കും. അതിലേക്ക് ആ ചാപ്റ്റേഴ്സ് മുഴുവൻ എന്ത് ചെയ്യും ഒതുങ്ങിയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഷോർട്ട് നോട്ട് എങ്ങനെ എഴുതണം എന്നുള്ളത് നിങ്ങളുടെ സംശയമില്ല. അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നതാണ്. ഷോർട്ട് നോട്ട് എങ്ങനെ എഴുതണം, അത് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്, എങ്ങനെ മടക്കണം എന്ന് വരെ നമ്മൾ എന്ത് ചെയ്യും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് പേജസ് കാണുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു 408 പേജുകൾ കാണുന്ന സമയത്ത് നമുക്ക് ഏത് മനുഷ്യരും ഒരു ബോറിംഗ് വരും. ആദ്യത്തെ 1-2 പേജ് മറിക്കുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുക പടച്ചോൻ ഇത് തീരുന്നില്ലല്ലോ എന്ന് മാത്രമാണ് നമ്മൾ ആലോചിക്കാറുള്ളത്. പക്ഷേ അതിനു പകരമായിട്ട് 16 പേജ് അല്ലെങ്കിൽ 21 പേജിന്റെ ഉള്ളിൽ നമ്മുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് മൊത്തം, ഒരു സബ്ജക്റ്റ് മൊത്തം, ഒരു വർഷത്തെ ടോപ്പിക് മൊത്തം പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും. അതിലുള്ള മൈൻഡ് മാപ്പിംഗ് പോലെയുള്ള ഒരുപാട് ഐഡിയകളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ചാപ്റ്റർ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ആ പഠിക്കേണ്ട റൂൾസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ആ കാര്യങ്ങൾ സിസ്റ്റം, അത് മൊത്തം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. സോ നമുക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ ഞങ്ങളെ കൂടെ വാ, നമുക്ക് അടിപൊളിയാക്കി. സോഷ്യൽ സയൻസിന് നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. സോഷ്യൽ സയൻസ് നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്നു ഏറ്റവും വലിയ സബ്ജക്റ്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ള, ഏറ്റവും കൂടുതൽ പേജസ് പഠിക്കാനുള്ള ഈ വിഷയം നിങ്ങൾ SLC എക്സാം എഴുതുന്ന സമയത്ത് ഏറ്റവും സിമ്പിൾ ആക്കിയിട്ട് നിങ്ങൾ എഴുതിയിരിക്കും. ഇത് ഞങ്ങളുടെ വാക്കാ. മക്കളെ കൂടെ ഇങ്ങോട്ട് കയറി പോരടാ, നമുക്ക് പൊളിച്ചടക്കാം.